മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. நேற்றையில்லாத மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது, இதுதான் காதல் என்பதா, இளமை பொங்கிவிட்டதா, இதயம் சொல்லிவிட்டதா, சொல் மனமே. உனக்கு இந்த பாட்டு பிடிக்குமா? പിന്നെ ഇല്ലേ, ആർക്കാണ് പിടിക്കാത്തത്? എനിക്ക് ரொம்ப പിടിക്കും. AR റഹ്മാൻ. ആര് പറഞ്ഞിട്ടാണ് രാവിലെ ഈ ചവറും ചൂലായിട്ടുള്ള അംഗം? லிச்சு, நேத்தைக்கு படுக்கறச்ச நான் இதுதான் நினைச்சேன். காலையில ஏந்திரிச்ச உடனே மாவுஞ்சோடெல்லாம் ക്ലീൻ பண்ணணும்னு. രാത്രി കിടക്കുന്നതിന് മുന്നേ മാവഞ്ചോട് ക്ലീൻ ചെയ്യണമെന്ന കാര്യമാണ് ആലോചിച്ചത്. ஆமா. സമ്മതിക്കണം കേട്ടാ. லிச்சு, நம்மளுக்கு பிடிச்ச வேலை நம்ம பண்ணறச்ச நம்மளுக்கு ரொம்ப சந்தோஷம்தான். அதனால படுக்கிறதுக்கு முன்னாடி நான் யோசிப்பேன் என்னெல்லாம் பண்ணணும்னு. എന്നിട്ട് കാലയില് അത് முதல்ல பண்ணி முடிப்பேன். ആന്റി പറഞ്ഞതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്തെ 80% ആൾക്കാരും ചെയ്യാൻ താല്പര്യമില്ലാത്ത ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. அப்படியா நீ சொல்ற? ஆமா. எனக்கு ஆனா இந்த ஜாப் எல்லாம் பண்ண ரொம்ப பிடிக்கும். ஹாய். ஹாய் மெர்லின், ரொம்ப நாளா சொன்ன பார்த்துட்டு. ஏன் வராம இருக்க? ഏയ് ഒന്നുമില്ല. ஒண்ணும் இல்லையா? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. എന്ത് പറ്റി? ஓகே ஆன மாதிரி தெரியலையே, சிரிப்பு கொஞ்சம் கம்மி. ഏയ് ഒന്നുമില്ല, ചുമ്മാ. അങ്ങനെ ഒന്നുമില്ലായെങ്കിൽ ഒന്നുമില്ല. എന്താണ് മുഖത്തിന് മ്ലാനത? ഏയ് ഒന്നുമില്ല ചേച്ചി. കാര്യം പറ. അത് പറ. ഡാഡിയും മമ്മിയും തമ്മിൽ രാവിലെ ഒരു ചെറിയ വഴക്കുണ്ടായി. ഇടയിൽ കയറിന് എനിക്കും കുറെ ചീത്തയിട്ടു. മൂഡ് പോയി. ഈ ഡാഡി മൊത്തത്തിൽ വിഷയമാണല്ലേ. ഞാൻ പറഞ്ഞാലാണ് ആകെ ഡാഡി കേൾക്കുന്നത്. ഇപ്പൊ എന്നോടുള്ള താല്പര്യവും പോയി തുടങ്ങി. അത് പിന്നെ സാഹചര്യം അങ്ങനെയാണല്ലോ, അതുകൊണ്ടാ. ആ വന്നല്ലോ നമ്മുടെ കഥാനായകൻ. എന്താണ് രാവിലെ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. கேசு, அது வந்து மெர்லினோட அப்பா அம்மா சண்டை போட்டிருக்காங்களாம். அதனால அதெல்லாம் பார்த்துட்டு வருத்தமா வந்திருக்கா. അയ്യോ മെർലിന് അടിയായ? എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്തോ താങ്ങനെ ഡെസ്പാവല്ലേ? എന്തൊരു പ്രശ്നമാണെങ്കിലും തറ കൂടെ അല്ലേ പറഞ്ഞ, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ പറയാൻ പറ്റില്ല, ചിലതൊക്കെ ആകാശത്തെ കൂടെ വരും. ചേച്ചി ഇങ്ങോട്ട് മാറി മാറി ഞാൻ അവിടെ ഇരിക്കട്ടെ. താ സമാധാനപ്പെട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. നമ്മളില്ല കൂടെ അല്ലേ ചേച്ചി? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ മെർലിന്റെ എല്ലാ പ്രശ്നവും നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ കുഴിപ്പടുത്തു പോവും. മെർലിനെ പറ്റുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാം. அது நியாயம். என்னன்னா நம்மளுக்கு முடிஞ்ச பிரச்சனை எல்லாம் நம்ம ஹேண்டில் பண்ணலாம்ல. മുടിഞ്ഞ പ്രശ്നമൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അതൊക്കെ വിട്. തൈരി താന്നിരുന്ന് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതി. അപ്പോൾ തന്നെ ഡാഡിയും മമ്മിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തരും. എനിക്ക് എത്ര നേരം വേണേലും ഇവിടെ ഇരുന്ന് ഒരു പ്രശ്നമില്ല അല്ലേ ചേച്ചി? അങ്ങനെ ഇരിക്കാനും പറ്റൂല. എടാ, മെർലിനെ തപ്പിയിട്ട് കണ്ടില്ലെങ്കിലും മെർലിന്റെ ഡാഡി കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വരും അന്വേഷിച്ച്. അത് പിന്നെ വേറെ വലിയ പ്രശ്നം. അങ്ങനെ ഒന്നും മെർലിനെ താൻ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ചേച്ചി രാവിലെ മുതൽ ഭയങ്കര ഇടം തിരിഞ്ഞ് നിൽക്കാം, അതുകൊണ്ടാ. ആ ഫുഡ് വല്ലതും കഴിച്ചായിരുന്ന രാവിലെ? ഏയ് അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ഫുഡ് കഴിച്ചില്ലേ? ഇല്ല. ஐயோ, மெர்லின் ஒன்னும் சாப்பிடலையா? நான் ஏதாவது ஸ்பெஷல் சமைச்சு கொடுக்குறேன், நீ வாமா சாப்பிட்டுட்டு போலாம். വാ മെർലിൻ, വാ ഫുഡ് കഴിക്കാന്ന്. കനാനി വാ, പെട്ടെന്ന്. நான் ஸ்பெஷல் பண்றேன். മെർലിൻ പിന്നെ തക്കാളി ചമ്മന്തി. ഓടാ, തക്കാളി ചമ്മന്തി ഇപ്പൊ സെറ്റ് ചെയ്യാം. ശരിക്കും ഓക്കെ ആണോ? ആ ഓക്കെയാണ് ചേച്ചി. വീട്ടിലാ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇവിടെ എല്ലാരും എന്റെ അടുത്താണ് ഷെയർ ചെയ്യാറ്, അതുകൊണ്ട് പറഞ്ഞതാ. கொஞ்சம் கூட മതി 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 ആന്റി, മതി മതി മതി. எங்க கறியெல்லாம் உனக்கு பிடிச்சதா? അടിപൊളിയായിട്ടുണ്ട്. உங்க வீட்டுல இப்படிதான் வைப்பாங்களா? ആ ഇതുപോലെയൊക്കെ തന്നെ. ഇവിടെ നിന്ന് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ പോയിരുന്ന വഴി ഇവിടെ നിന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാ. നിങ്ങളെല്ലാരും ഇവിടുന്ന് കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. ആ കുറച്ചാള് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അതിനി കുറച്ചാളൊന്നും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. அது என்ன மெர்லின் அப்படி சொன்ன? ഒന്നുമില്ല ആന്റി, ഞാനൊരു സാധ്യത പറഞ്ഞതാ. ആന്റി,
എന്തോ പുകയുന്നുണ്ടല്ലോ. ആളി കത്തുവോ? ആളി കത്താനും കത്താതിരിക്കാനും സാധ്യതയുണ്ട്. என்ன மெர்லின், கேஷோட பேர்ல ஏதா பிரச்சனை நடந்ததா வீட்ல? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ஆமா. എന്താ നിങ്ങളോട് വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു? എന്നെ കണ്ടപ്പോ അങ്ങ് നിർത്തി. ഏയ് ഇല്ല അമ്മൂമ്മ, ഞങ്ങൾ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. അമ്മമ്മ എന്തോ വരയായിട്ട് എന്റെ കഴുത്തിൽ നല്ല സംശയം. അതങ്ങനെയല്ലേ പാറു, പ്രായമായി വരുമ്പോ ഇതുപോലെ മറവിയും സംശയമൊക്കെ ഉണ്ടാവും. അത് സാധാരണയല്ലേ. ആർക്ക് പ്രായമായെന്ന്? കൊച്ചാള് കൊള്ളാമല്ലോ. ஐயோ, நம்ம அம்மா வந்து ரொம்ப சுறுசுறுக்கா ஓடிட்டு இருப்பாங்க. அம்மாக்கு பிராயம் எல்லாம் இல்ல இல்லம்மா? ആ അതൊന്നും ഇവിടെ ആർക്കും പിടിക്കത്തില്ലല്ലോ. അയ്യോ അമ്മൂമ്മ, ഞാൻ അമ്മൂമ്മനെ ഉദ്ദേശിച്ച് പറഞ്ഞു എന്നല്ല. അയ്യോ, ഞാൻ മോളെ ഉദ്ദേശിച്ചും പറഞ്ഞല്ല, ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രായമായി കഴിഞ്ഞാൽ ഒരു മൂലയെ പിടിച്ചിരുത്തുമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആഹാ, ഇവിടെ ഒന്നും ചോറ് കഴിക്കണ? അവിടെ ടേബിളിൽ പോയി ഫുഡ് കഴിക്കുന്നത്. ഏയ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക രസം. கேசு, மெர்லின் வந்து நம்ம வீட்டு பொண்ணு மாதிரி தானே, அதனால எங்க இருந்து சாப்பிட்டாலும் என்னடா? നമ്മ വീട്ടു പൊണ്ണു മാതിരി അല്ല, നമ്മ വീട്ടു പൊണ്ണത്താ. ഞാനേ പുറവശത്ത് കുറച്ച് മുള ഉണക്കാനിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും പോയി നോക്കിയായിരുന്നു? കാറ്റടിച്ച് പറന്നു പോയി കാണും അതിപ്പോ. നോക്കിയില്ല. ചേട്ടാ പോയി നോക്ക്. അയ്യോ, കേശടന് ഇപ്പൊ അതിന് സമയമില്ലല്ലോ. ബാ പാറു, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഞാനാ? ആ വന്നാട്ടെ, ഇങ്ങോട്ട് കൂടെ വന്നാട്ടെ, അതൊക്കെ കണ്ടു പഠിക്കണം. ബാ. ഞാൻ നോക്കായിരുന്നു. വേണ്ട. மெர்லின், நீ வந்து மெதுவா சாப்பிட்டுட்டு போனா போதும். എന്തായാലും ഡിന്നറൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കഴിച്ചിട്ട് വേണം പോണോ പോണ്ടയോ എന്നൊക്കെ ആലോചിക്കാൻ. வர வர காமெடி மூட்ல இருக்கா மெர்லின். കോമഡി ഒന്നും അല്ലാണ്ടി, ഫുൾ ട്രാജഡി അല്ലേ. காமெடி ട്രാജഡി, நல்ல காம்பினேஷன். എന്തോന്ന് കനകാന്റി ഇത്? இல்லடா, அவ பேச்சு எனக்கு ரொம்ப பிடிக்கும்டா செல்லம். അതെനിക്ക് ரொம்ப പിടിക്കും. അത് വിട്. ஐயோ, என்னோட போன் அடிக்குது. சந்தன மாதிரி கூப்பிட்டு இருப்பா, நான் ஒன்னு பாக்கட்டும். കേശു, ഓ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിലിപ്പോ ഭയങ്കര പ്രശ്നമാണ്. ഓ, പ്രശ്നങ്ങളില്ലാത്ത ഏത് വീടാണുള്ളത് മെർലിനെ? ഉദാഹരണത്തിന് നമ്മുടെ വീട് തന്നെ എടു. എല്ലാ ദിവസവും രാവിലെ ഈ വീട്ടിൽ പ്രശ്നമാണ്, വൈകിട്ടാകുമ്പോ അതങ്ങ് തീരുകയും ചെയ്യും. അത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ് ഇവിടെ. പക്ഷെ ഇന്നത്തെ പ്രശ്നം കേശുവിന്റെ പേരിലായിരുന്നു. യോ, എന്റെ പേരിൽ എന്തൊരു പ്രശ്നം? അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ടു പോയി. എന്ത് കൈവിട്ടു പോയ? കേശു, ഇനിയാണ് നീ നിന്റെ ധൈര്യം കാണിക്കണ്ടേ. എന്ത് ധൈര്യം കാണിക്കേ? ആരോട് ഞാൻ ധൈര്യം കാണിക്ക? താൻ എന്ത് പറയുന്നു? നിന്നെ തേടി ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോവാ. കൂടുതല ഇത് പിടിക്ക്, പിടിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ കേശു ഞെട്ടരുത്. ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. എന്താടാ? ഒന്നുമില്ല ജി, ഞാൻ ഇങ്ങനെ ആ എവിടെ ഇരിക്കുവായിരുന്നു? താന്ന് വന്നേ. അങ്ങോട്ട് വന്നേ. അവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവൂല. തൈരി ഇവിടെയല്ലേ ഞാൻ ഇരുന്നിപ്പോ. എന്താ താൻ നേരത്തെ പറഞ്ഞതേ എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. എന്ത്? അതായത് താൻ ഇനി ഈ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോണില്ല എന്നാണ് ഞാൻ കേട്ടേ. കേട്ടത് അങ്ങനെയാന്നല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇവിടെ എല്ലാവർക്കും 2 പ്രാവശ്യം വെച്ച് പറയണോ?
പോണില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞ കേട്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ പോകുന്നില്ലാന്ന്. പിന്നെ താൻ പറയണോ ഞാൻ ഇങ്ങോട്ട് പോണോന്ന്? താൻ ഇങ്ങോട്ട് പോണെന്നാ? പിന്നല്ലാതെ തന്നെ തന്റെ വീട്ടിൽ കാണാതാവുമ്പോ എല്ലാം കൂടെ അടപടലോടെ ഇളകി വരുമല്ലോ. വരുമ്പോ എന്നെ കണ്ട അവന്മാര് തച്ചു കൊല്ലും. അങ്ങനെ ചാവാതിരിക്കണമെങ്കിൽ ഞാൻ എങ്ങോട്ട് പോണമെന്നാണ് ഞാൻ ചോദിക്കണത്. താൻ എങ്ങോട്ടെങ്കിലും പോ, ഞാൻ എന്തായാലും പോകുന്നില്ല. കളിക്കില്ല കേട്ടാ, തീക്കളിയാണിത്, തീക്കളി. ഞാൻ പറയുന്ന കേട്ടിട്ട് തനിക്ക് തമാശയായിട്ടാ തോന്നുന്നേ? എടോ ഡാഡി മമ്മി തന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയേ? മീറ്റിംഗ് കഴിഞ്ഞ ഡാഡി തിരിച്ചു വരും, എന്നെ അപ്പൊ തന്നെ ഒന്ന് ബാക്ക് ചെയ്യും. എങ്ങോട്ട് ബാക്ക് ചെയ്യേ? അതെനിക്കെങ്ങനെ അറിയാം? മെർലിനെ നീ കേശു ടെൻഷൻ അടിച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വരുമ്പോ ഒരുമാതിരി വിളിക്കില്ല. ഞാൻ തന്നോട് സീരിയസ് ആയിട്ടാണ് ഒരു കാര്യം പറയാൻ വന്നത്. താ അതെ ഞാൻ പറയണ കാര്യം താൻ കേൾക്കണം കേട്ടാ. കേശുന്നൊന്നും വിളിക്കില്ലേ. കേശു ഇങ്ങോട്ട് വാടാ. നമുക്കേ ഇവിടെ നിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നെയ്യാറ്റിൻകരയിലോ പടവലത്തോ പോയി നിക്കാം. ഓക്കെ? ചേട്ടാ എന്തോന്നു ദൈവത്തിനൊക്കെ വിളിക്കുന്ന? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കണം നല്ലതല്ല മക്കളെ. എന്താ അമ്മയെ വിളിച്ചു പറയണോ? അതിലും ഭേദം ഞാൻ നാട് വിടുന്നതാണ്. നാടിടാൻ പോവാ എന്നാ ഞാൻ റെഡി. നാടിടാൻ പോന്നാ? നിങ്ങൾ ഒളിച്ചോടാൻ പോവാണാ? ആരോടും പറയണ്ട കേട്ടാ. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചോളയും. ഞാനും കൂടെ വരട്ടാ? ഒളിച്ചോടാന്ന് കേട്ടിട്ടേ ഉള്ളു, കണ്ടിട്ടില്ല. കേശോട്ടാ, ഈ ഒളിച്ചോടാന്ന് പറഞ്ഞാ ഓടുവാണോ അത് നടന്നു പോണോ? എന്റെ പാറക്കുട്ടി, ഞങ്ങൾ ഒളിച്ചോടുന്നൊന്നുമില്ല. ചേ കളഞ്ഞി. ഒളിച്ചോടുന്നില്ലെന്നേ ഉള്ളൂ. പറയട്ടെ? പറഞ്ഞോട്. എന്തായാലും അറിയണ്ടല്ലേ പാറക്കുട്ടി. ചേച്ചി ഒളിച്ചോടുന്നൊന്നുമില്ല. പക്ഷെ ഇനി ഇവിടുന്ന് ചേച്ചി പോകുന്നില്ല. ഇവിടുന്ന് പോകുന്നില്ലേ? ഇല്ല. என்ன என்ன இங்க சத்தம் கேட்டது? മെർലിൻ ചേച്ചി നീ വീട്ടിൽ പോകുന്നില്ലെന്ന്. வீட்ல போலையா? വീട്ടിൽ പോന്നേ ഇല്ലെന്ന്. மெர்லின் நீ போலையா? இங்க தங்க போறியா? ஓ ஜாலி. இங்கே இரு, நான் குக்கிங் எல்லாம் உனக்கு சொல்லி கொடுக்கறேன். എന്തിനാണ്ടി പാറുന്റെ അത്ര പോലും ബോധമില്ലേ? ഇച്ചിരി പോലും ഇല്ലേ? பாருக்கு நல்ல மூளை இருக்குடா, என்ன மாதிரி கிடையாது. എന്തൊരു ബഹളം? லிச்சு, மெர்லின் இங்க தங்க போறாளாம். തങ്ക പോരെ? എന്റെ ചേച്ചി ഈ മെർലിൻ ചേച്ചി ഇവിടുന്ന് പോന്നേ ഇല്ലെന്ന്. ശരിക്കും? ശരിക്കും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. പാറയുടെ വീട്ടിലേക്ക് സ്വാഗതം നാത്തൂനെ. ഇനി എവിടെയും പോണ്ടാട്ടാ. ഇനി തൊട്ടേ നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഡാഡി മമ്മി വഴക്കാന്നല്ലേ പറഞ്ഞേ. അതെന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് സെറ്റ് ആയിക്കോളും. എന്റെ മെർലിനെ, നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അത് നമ്മൾ അങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കണം. ലൈഫിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ചേച്ചി എന്തിനേച്ചി പറയണേ? പ്ലാൻ ചെയ്ത് വരുവായിരുന്നെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരായിരുന്നല്ലോ. ഇപ്പൊ എന്റെ കയ്യില് കുറച്ച് ഓവർ സൈസ് ടീഷർട്ട് ഉണ്ട്. നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മതി 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 പോരെ? എന്താ കണ്ട ചേച്ചിക്ക് വരെ ഞാൻ അവിടെ നിൽക്കുന്ന ഇഷ്ടാ. കേശുവിന് മാത്രം ഇഷ്ടമല്ല. വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ 2 കൈ നീട്ടി സ്വീകരിച്ചേനെ. ഓ ഞാൻ ഇരുകൈ നീതിയെ സ്വീകരിക്കാൻ നീ ചുമ്മാ ഇതിന്റെ ഇടയിൽ കൂടെ മാവാ ചെല്ല്. ഡാഡി ഇപ്പൊ വരും. ഇപ്പൊ മീറ്റിംഗ് ആയിട്ട് ഇപ്പൊ വരും. ഇപ്പൊ മമ്മി മാത്രമല്ലേ വീട്ടിലോട്ട്. താൻ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്. ചെല്ല്. കണ്ട ചേച്ചി എന്നെ വെറുതെ പറഞ്ഞുവിടാൻ നോക്കുന്നേ. എടാ അവളിവിടെ നിക്കുന്നതിന്. അയ്യോ അവളല്ല, നാത്തൂൻ. നാത്തൂൻ ഇവിടെ നിക്കുന്നതിന് നിനക്കെന്താടാ? ചേച്ചി മെർലിൻ നാത്തൂനെ, കേശോണ്ട് ഇങ്ങനെ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറും. മെർലിൻ നാത്തൂൻ വേണം ശരിയാക്കി എടുക്കാൻ. மெர்லின், நீ வந்ததுனால நான் ஸ்பெஷலா ஒரு ஸ்வீட் போட்டு தரேன். வா பாரு, நம்ம போலாம். അയ്യോ തനിക്ക് ഓവർ സൈസ് ടീഷർട്ട് വേണോ അല്ലേ? ഞാൻ തപ്പി കണ്ടുപിടിക്കട്ടെ കേട്ടോ. തലയ്ക്ക് ഓളോ
കൈ കാലൊക്കെ വിറക്കണേ, നിക്കാൻ പറ്റില്ല. എന്നാ ഇരി. മനുഷ്യനാണോ തായേ? മനുഷ്യനാ? എടാ 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 എന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? ആ അലീനയും കൂടെ അവളുടെ വീട് വിട്ടിട്ട് ഇവിടെ വന്ന് നിക്കണം എന്നാണ്. എന്ത്? എന്റെ അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവുന്നതാണ്. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എടാ നീ ടീഷർട്ട് എങ്ങനെ ഇടുന്നു നോക്കി, രസമില്ലേ? നമുക്ക് നല്ലോണം ആ കേറുക. നിങ്ങളെന്താ എവിടെ ഇരിക്കുന്നത്? ഞാൻ നാത്തൂന്റെ ഒരു ടീഷർട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടീഷർട്ട് ഒക്കെ പിന്നെ നോക്കാം. ബാ നമുക്ക് കളിക്കാം. കളിക്കാൻ പറ്റിയ സമയം. മെർലിനെ, ഡാഡി വരാറായില്ലേ? പോണ്ടേ? വീട്ടിൽ പോണില്ലേ? മെർലിനെ, ഒരു കട്ടൻ അടിക്കാനുള്ള മൈൻഡ് ഉണ്ടോ? കുടിക്കാം. വിളിക്കൂലേ പപ്പ ഡാഡി? അതിന് ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കല്ലേ. മനസമാധാനം കിട്ടാൻ. അല്ലെങ്കിൽ അയാളെടുത്ത് കുടുംബ സോറി ഡാഡി വിളിച്ചു ശല്യപ്പെടുത്തി. എടാ നിന്റെ പ്രശ്നം എന്താടാ? മനസ്സിലാവും, പിന്നെ മനസ്സിലാവും. ചേച്ചി ഇന്ന് ഞങ്ങളെ ഞാനും നാത്തൂനും അമ്മയുടെ റൂമിൽ കിടന്നോട്ടാ. ഇനിയിപ്പോ എന്താ കിടന്നോ? പാറുവേ, ആ ഇവിടെ ഉണ്ട്. പാറു, രാവിലെ കുളിക്കാൻ വേണ്ട, നനയ്ക്കാൻ വേണ്ട, ഒന്നും വേണ്ട ഇല്ലയോ? ലച്ചു, രാവിലെ മുതൽ ഞാൻ കുളിക്കാൻ വിളിക്കുക, അവള് വരുന്നില്ല. അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ വഴികഴുകി നടക്കുക. പാറുവേ, നീ നേരെ കേറും. ഞാൻ കുളിച്ചോളാം. ഏത് കാലത്ത് കുളിക്കാൻ ഇനി? പാറ് കുളിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഫ്രഷ് ആവാൻ. ഫ്രഷായിട്ട് ഞാൻ പൊക്കോ. എടാ നിനക്കെന്തോടാ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണമെന്ന് ഇത്ര നിർബന്ധം? അമ്മൂമ്മയ്ക്കും മെർലിനെ ഭയങ്കരമായിട്ട് പിടിച്ചെന്ന് തോന്നണ്. പിന്നല്ലാതെ, മോള് നല്ല കുട്ടിയല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അമ്മൂമ്മയുടെ വായിൽ ഇപ്പൊ മെർലിൻ മെർലിൻ മാത്രമേ എത്തുള്ളൂ. അതിനിപ്പോ എന്താ, ഇനിയിപ്പൊ ഞാൻ അമ്മൂമ്മയുടെ കൂടെ തന്നെ കാണും. അമ്മൂമ്മേ, എന്നെ ഒരു ദിവസം പടവലത്ത് കൊണ്ടോണേ. പിന്നെന്താ, കൊണ്ടുപോവല്ലോ. സമയമൊക്കെ ആവട്ടെ. പാറു വന്നെ കുളിക്കാം. പാറ് കുളിക്കാൻ പോയി. എന്നാ ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ആ റൂമിലെ ബാത്റൂം മിസ് ചെയ്യാലോ അല്ലേ? ഓക്കെ, ടവലുണ്ടോ അവിടെ? പോയിട്ട് വരാം. കേശു കുളിച്ചിട്ട് വരേ. എടാ അവള് സീരിയസ് ആയിരുന്നോ? എടാ 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 അവള് നിന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അവള് കൂടെ നിന്നേ. കളിപ്പിക്കായിരുന്നു കുടുംബക്കാരെ മൊത്തം കളിപ്പിക്കായിരുന്നു. അപ്പൊ എന്താ അവള് ഇവിടെയാണ് നിക്കാൻ പോണേ? ഇന്നല്ല ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇവിടെ നിൽക്കാൻ പോണത്. എന്ത് ചെയ്യൂടാ? പോയി തന്നെ നാത്തൂനെടുത്ത് ചോയിടും. കേശുവേ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ കുഴിപ്പടത്ത് പോട്ടെ. അടിച്ചു വെച്ചങ്ങ് തേച്ചോണ്ടല്ലോ ഇതിനകത്ത് ഒത്തിരിക്കും. എന്നാ പിന്നെ ഒരു നിലവിളക്കും കത്തിച്ച് കുടുംബത്തേക്ക് കയറ്റി. നിലവിളക്കിളന്നിട്ട് നെഞ്ചത്തെ കയറ്റി. ദൈവമേ, ടീഷർട്ടൊക്കെ എപ്പോഴും ഒപ്പിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പൊ ടീഷർട്ട് ആണല്ലേ പ്രശ്നം. നല്ലതാ, ഒപ്പിച്ചു കൊടു. എന്നിട്ട് എന്നാ? അയ്യോ, நான் எப்படியோ அங்க இருந்து தப்பிச்சு வந்தேன். ആന്റി, നമുക്ക് ഈ പ്രാവശ്യം മധുരയിൽ പോണം കേട്ടോ. ஐயோ, கண்டிப்பா உன்னை கூட்டிட்டு போறேனே. அடுத்த வாட்டி போறச்சு நம்ம சேர்ந்து போலாம். அங்க நிறைய இடங்கள் இருக்கு பாக்க. மதுரை மீனாட்சி கோவில் பாத்திருக்கியா? இல்ல. பாக்கலையா? ஐயோ செமையா இருக்கும். மதுரைக்கு பக்கத்தால தான் தனுஷ்கோடி. அங்க போயிருக்கியா? ஐயோ, அதெல்லாம் பார்க்க வேண்டிய இடம். ராமேஸ்வரம் போயிருக்கியா? கேட்டுட்டே உള്ളൂ. ஐயோ, போலாம் போலாம், அங்க எல்லாம் செமையா இருக்கும். എന്റെ അമ്മോ, നല്ലനെ. ആ ചേച്ചി നല്ല ആളാണല്ലോ. എന്താ ചേച്ചിയല്ലേ പറഞ്ഞ ബാത്റൂമിൽ ടവലാണെന്ന്? എന്നിട്ട് അവിടെ ടവലൊന്നും കണ്ടില്ല. ഞാൻ എന്നിട്ടേ കനകാനോട് ചോദിക്കാൻ വന്നപ്പം ആന്റി ആണെങ്കിൽ ഫുൾ കോമഡി. പിന്നെ ഇവിടെ അങ്ങനെ ഇരുന്നു. ഒരുപാട് അങ്ങനെ ഇരിക്കണ്ട കേട്ടോ. ഇരുന്നിരുന്ന് വേരി ചിലപ്പോ ഇറങ്ങും. മെർലിനെ, കൊറേ നേരം ആയില്ലേ? ഡാഡി വന്ന് കാണൂല്ലേ വീട്ടില്? വന്നാണു. മെർലിനെ തിരക്കൂലേ? തിരക്കി കാണുമല്ലോ. കോൾ ചെയ്ത് കാണൂലേ? വിളിച്ചു കാണും. ഇനിയിപ്പോ എന്താ? പിന്നെ ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? എന്തെങ്ങനെയാന്ന് കേക്കണുണ്ടോ ഇതൊക്കെ? ഞാൻ കേക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവളോട്.
മെർലിനെ ശരിക്കും തന്റെ വീട്ടില് കേശുവിനെ പേരും പറഞ്ഞാണോ വഴക്കുണ്ടായത്? അതല്ലേ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞത്. மெர்லின் கேஸோட பேர்ல பெரிய சண்டையா? എന്നിട്ട് അപ്പുറം എന്നാச்சு? ചെറിയ സൺഡേ ഒന്നും അല്ലായിരുന്നു. ഡാഡിയെ മമ്മിയെ തല്ലാൻ പോയി. മമ്മിയാണെങ്കിൽ ഭയങ്കര പ്രശ്നം. മമ്മി തിരിച്ചടിച്ചില്ലേ? പാറു വേണ്ട ഏട്ടാ. ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മാക്സിമം. അതിനുള്ള തന്നെ പാക്ക് ചെയ്യും ഡാഡി അവിടുന്ന്. പാക്കാ? എങ്ക പാക്ക്? അതെനിക്ക് എങ്ങനെ അറിയാം? ഇവനെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും പാക്ക് ചെയ്യോടുന്നു. ദുഷ്ടൻ. പാറു ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ. മക്കളെ നീ മിണ്ടാതിരിക്കട്ടാ. ചേട്ടൻ എപ്പോഴും എന്നെ കൺട്രോൾ കിട്ടിയെന്ന് വരൂല. ഡാഡി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ പിന്നെ ഒരിക്കലും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ ഞാൻ പോവില്ലാന്ന്. അയ്യോ അപ്പടിനാ നീ ഇങ്ങേ ഇരു, അതാ നല്ലത്. എന്റെ ആന്റി നിങ്ങളിത് എന്തറിഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയുന്നത്? മിണ്ടായിരിക്കട്ടാ. മെർലിനെ ഡാഡിയും മമ്മിയും തമ്മിലുള്ള വഴക്കൊക്കെ ഇപ്പൊ മാറിക്കാണും. ഇത്ര നേരമായില്ലേ? പിന്നെ ഒരു കുടുംബമാകുമ്പോ അങ്ങനെയാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന എങ്ങനെയാ? വീട്ടിൽ പോ നോക്കൂ കൊച്ചേ. എന്റെ ചേച്ചിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. എന്റെ ഡാഡി പറഞ്ഞതാ. സംഭവം എന്തായിരുന്നു വെച്ചാല്, താനിപ്പൊ പോയില്ലെങ്കിൽ തന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നേക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചേക്കണമെന്നോ പറഞ്ഞുകൊണ്ട് തൻ്റെ ഡാഡി കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പൊ ഞാൻ പെടും. ഞാൻ പെട്ട എന്റെ ചേച്ചിയും പെട്ടും. വൈഷടായി ഒരു പെടലുമില്ല. ഞാൻ എന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുക. 5 മിനിറ്റിനുള്ളൂ ഞാൻ കുഴിപ്പുറത്തേക്ക് സ്ഥലം വിടും. താനും പെടും. പാറുവേ വെള്ളം ചൂടാക്കി വെച്ചേക്കുന്നു. ബാ കുളിക്കാൻ ബാ. അമ്മമ്മ പോയേ. ഇവിടെ വലിയ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്ക. അപ്പോഴാ അമ്മമ്മയുടെ കുളി. കേസിന്റെ കാര്യമോ? കേസല്ല, മെർലിന്റെ ഡാഡിയും മമ്മിയും നമ്മളെ വഴക്കിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. ആ അതാന്നോ? കുടുംബമാകുമ്പം വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാവത്തില്ലയോ? പിന്നെ കളിയും ചിരി മാത്രം മതിയോ? ഒരു ഫൈറ്റ് ഒക്കെ വേണ്ടേ? അത് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഓ ഇതൊന്നും കാര്യമാക്കണ്ട മോളെ, അതൊക്കെ ഇനി ശരിയായിക്കോളും. അമ്മമ്മ മെർലിൻ ചേച്ചിയുടെ വീട്ടിലെ എപ്പോഴും ഫൈറ്റ് അല്ലേ? ഞാൻ പറഞ്ഞ് പാറുവിന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ. ഇനി നീ വാ തുറന്ന് ഇവിടുന്ന് കരഞ്ഞോണ്ട് ഓടത്തുള്ളൂ. നോക്കിക്കോ, കുറെ നേരമായി. അമ്മൂമ്മേ എന്താ മോളെ? അനുഗ്രഹിക്കണം. അയ്യോ എന്താ മോളെ ഇത്? നന്നായി വരും. കണ്ടോടാ, കണ്ടു പഠിക്ക്. നല്ല സ്നേഹവും ബഹുമാനവും ഉള്ള കുട്ടി. നോക്കു മനസ്സിന് എന്തോ പ്രയാസം ഉണ്ടല്ലയോ? ഒന്നും വിഷമിക്കണ്ടെന്നേ, ഒക്കെ ശരിയാവും. ശരി അമ്മൂമ്മേ. പാറു പെട്ടെന്ന് കുളിക്കാനങ്ങ് വന്നേക്കണേ. അല്ലാതെ ഇവിടെ കറങ്ങി നടക്കരുത് കേട്ടോ. അനുഗ്രഹം മേടിച്ചു. പിന്നെ പുതിയൊരു കാര്യം തുടങ്ങുമ്പോ മൂത്തൊരു അനുഗ്രഹം മേടിക്കണ്ടേ? മെർലിനപ്പൊ സീരിയസ് ആയിട്ട് ഇവിടെ നിക്കാൻ പോവാ? എന്റെ ചേച്ചി, ഞാൻ ഇത്ര നേരം പറയാനായിട്ട് തമാശയായിട്ടാ തോന്നിയത്? നിങ്ങളിത് എന്ത് ഭാവിച്ചാന്നേ? നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നേരെ ചൊവ്വേ പ്രായം പക്വത പോലും രണ്ടിനും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് ഒരു തമാശയും കൊണ്ട് വന്നേക്കണേ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവൂല. യേശു, ഞാൻ ഇനി പോവൂല. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.